UDF കൺവീനർ വി.ഡി. സതീശൻ നയിച്ച പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച് ജനങ്ങൾക്കുള്ള ഏറ്റവും വലിയ പരാതിയും കോൺഗ്രസിനെ അസ്ഥിരമാക്കുന്ന ഘടകവുമാണ് രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞത്. കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസവും കസേരയ്ക്കും അധികാരത്തിനു വേണ്ടിയുള്ള പിടിവലിയും പലപ്പോഴും മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും എതിർപക്ഷത്തിന് ആയുധമാവുകയും ചെയ്യുന്നുണ്ട്. ഈ അവസ്ഥ ഉണ്ടാവരുത് എന്ന നിർദ്ദേശമാണ് രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ ഏറ്റവും ഊന്നൽ നൽകി പറഞ്ഞത്. See, there are many beautiful dances in Kerala. Mohiniyattam. Some dances are individual dances, where suddenly one dancer comes in the middle and starts to dance. Like in Mohiniyattam, one person dances. And then there are also group dances where everybody dances together. Now, when a group dance is taking place, suddenly if one person starts to dance, it looks ridiculous. So the advice from the people of Kerala to the UDF leaders is dance together. നൃത്തങ്ങൾ പലതരമുണ്ട്. ഒരാൾ തനിയെ ചെയ്യുന്ന നൃത്തരൂപവുമുണ്ട്, ഒന്നിലധികം ആളുകൾ ചേർന്ന് നടത്തുന്ന നൃത്തവുമുണ്ട്. എന്നാൽ മോഹിനിയാട്ടം പോലെ ഒരാൾ തനിയെ നടത്തുന്ന പെർഫോമൻസ് കോൺഗ്രസിൽ വേണ്ട. എല്ലാവരും ചേർന്ന് സംഘനൃത്തം അവതരിപ്പിച്ചാൽ മതിയെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നൃത്തരൂപത്തെക്കുറിച്ചുള്ള ഉദാഹരണത്തിലൂടെ നിർദ്ദേശം ഉദ്ധരിച്ചത്. കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ പദവികൾക്ക് വേണ്ടിയുള്ള പിടിവലി ഉണ്ടെന്നും അധികാര മോഹവും ഉണ്ടെന്ന വ്യക്തമായ ധാരണ ഹൈക്കമാൻഡിന് ഉണ്ടെന്ന സൂചനയാണ് ഈ പ്രസംഗത്തിലൂടെ ലഭിക്കുന്നത്. എന്നാൽ ഇതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. 10 വർഷത്തെ തുടർച്ചയിൽ നിന്ന് ഒരു മാറ്റവും വ്യത്യാസവും ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമാണ്. ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലുണ്ടായ മറ്റൊരു കൗതുകം MP അബ്ദുൾ സമദ് സമാധാനിയുടെ പരിഭാഷയാണ്. പ്രധാനമന്ത്രിക്കെതിരെ അമേരിക്കയുമായുള്ള ബന്ധത്തിൽ നിശിതമായ വിമർശനമാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. എന്നാൽ ആ വാക്കുകളെ തീർത്തും ലഘൂകരിച്ചാണ് പരിഭാഷപ്പെടുത്തിയത്. എഫ്സ്റ്റീൻ ഫയലുമായി അദ്ദേഹത്തെ ബന്ധപ്പെടുത്തിയത് പരിഭാഷയിൽ മനഃപൂർവ്വമായി ഒഴിവാക്കിയതായി കാണാം. There are 3.5 million Epstein files that have still not been revealed. എത്രയോ എപ്സ്റ്റീൻ ഫയലുകൾ, അസംഖ്യം ഫയലുകൾ അനാവരണം ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. And the Prime Minister of India is terrified that the United States will release those files. ഈ ഫയലുകളെല്ലാം തന്നെ ഉടൻ തന്നെ വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് ഇതിനകം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു. അനിൽ അംബാനി, അദാനി ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകൾക്ക് എതിരെ പേരെടുത്ത് നടത്തിയ ആരോപണവും പരിഭാഷപ്പെടുത്തിയപ്പോൾ അവരുടെ പേരുകൾ എടുത്തു പറയാതെ രക്ഷപ്പെടുകയായിരുന്നു സമദാനി MP. Anil Ambani, a close confidant of the Prime Minister's name, is in those files. ആ ഫയലുകളിൽ പ്രധാനമന്ത്രിയുടെ പേരുണ്ട് എന്നുള്ളതും ഇവിടെ ഇതിനകം വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. Hardeep Puri's name is in those files. Hardeep Puri. ഹർദീപ് പുരിയാണ് ഈ പേര് ആ ഫയലുകളിൽ തീർച്ചയായും ഉണ്ടെന്ന് വ്യക്തമാക്കിയത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയും വലിയ ആക്രമണം നടത്തുവാൻ രാഹുൽ ഗാന്ധി മറന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല, ഇത് കോർപ്പറേറ്റ് പാർട്ടി ഓഫ് കേരളയാണെന്നും അത് ഈ പാർട്ടിയിൽ ആരോട് ചോദിച്ചാലും സമ്മതിക്കുമെന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. നരേന്ദ്രമോദിയുടെ അജ്ഞാനി വൃത്തി ആണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നും ED ഉൾപ്പെടെയുള്ളവയുടെ അന്വേഷണം അതുകൊണ്ട് അദ്ദേഹം നേരിടേണ്ടി വരുന്നില്ല എന്ന ആരോപണവും രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. പുതുയുഗ യാത്രയുടെ സമാപനത്തിൽ UDFന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ കൂടി രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചു. പഞ്ചവ്യവസ്ഥകളാണ് ഈ രംഗത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾക്ക് സമർപ്പിക്കാനുള്ളത്. So the first guarantee is a free bus travel for all women in KSRTC buses. അതിലൊന്ന് വനിതകൾക്കെല്ലാം KSRTCയിൽ സൗജന്യ യാത്ര നൽകുമെന്നാണ്. 1,000 rupees a month financial assistance to college going girl students. 2 കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ. Their pensions increased to 3,000 rupees a month. 3 ക്ഷേമ പെൻഷൻ 3000 രൂപയെ വർദ്ധിപ്പിക്കും. We are going to name the new health insurance scheme for Kerala after Omen Chandy ji. And that is going to provide 25 lakh rupees of insurance for every household. 4 ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ ഇൻഷുറൻസിലൂടെ 25 ലക്ഷം രൂപ വരെ ഓരോ കുടുംബത്തിനും ആരോഗ്യ പരിരക്ഷ. To 5 lakh interest-free loans for youngsters who want to start their businesses. 5 യുവാക്കളായ സംരംഭകർക്ക് 5 ലക്ഷം രൂപ വായ്പ. Dedicated ministry for senior citizens welfare. 6 വയോധികരുടെ സംരക്ഷണത്തിനായി ഒരു മന്ത്രാലയം. കേരളമെങ്ങുമുള്ള കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്ത ഒരു വൻപിച്ച ജനാവലിയോട് കൂടിയ സമാപന സമ്മേളനമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടന്നത്. വിജയപ്രതീക്ഷ ഉള്ളപ്പോഴും 100 സീറ്റിൽ അധികം നേടി UDF അധികാരത്തിൽ എത്തുമെന്ന് പറയുമ്പോഴും UDFന്റെ സ്ഥിതി തെല്ലതു പതറിയ നിലയിൽ തന്നെയാണ്. സർക്കാർ പദ്ധതികളിലൂടെ LDF നടത്തുന്ന കോടികൾ പൊട്ടിച്ചുള്ള പ്രചാരണം UDFന് വലിയ പ്രതിസന്ധിയാണ്. ഈ കോടികളെല്ലാം കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ കയ്യിലും സമൂഹ മാധ്യമ ചാനലുകളുടെ കയ്യിലുമാണ് എത്തിയിരിക്കുന്നത്.
2 ചാനലുകൾ ഒഴികെ ബാക്കി എല്ലാ കേരളത്തിലെ പ്രമുഖ ചാനലുകളിലെയും വിലക്ക് എടുത്തു കഴിഞ്ഞു. വൻകിട പരസ്യങ്ങൾക്കായി കിട്ടിയ കാശിന് നന്ദിയുള്ളവരാണ് അവരെല്ലാം. ഈ പ്രചാരണം വലിയ തോതിൽ ആളുകളുടെ മനസ്സ് കീഴടക്കുന്നുണ്ട്. UDF-ന് അനുകൂലമായി വളർന്നു വന്ന തരംഗം വലിയ തോതിൽ ഇല്ലാതാക്കുവാൻ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് LDF പ്രവർത്തിക്കുകയാണ്. അതൊരു പരിധിവരെ വിജയിച്ചിട്ടുമുണ്ട്. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ പോരാട്ടത്തിൽ ആര് വിജയിക്കും? ഭരണമാറ്റം ഉണ്ടാവുമോ? ഭരണ തുടർച്ച ഉണ്ടാവുമോ?